PSCയുടെ ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. മോക്ക് ടെസ്റ്റ് 3 ആണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലോട്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഏറ്റവും കൂടുതൽ തവണ നേടിയ ഭാഷ ഹിന്ദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഏറ്റവും കൂടുതൽ തവണ നേടിയ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. രാമകൃഷ്ണപിള്ള ചീഫ് എഡിറ്ററായ സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. രാമകൃഷ്ണപിള്ള ചീഫ് എഡിറ്ററായ സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശ്രീനാരായണ ഗുരു ഒരു വിപ്ലവത്തിലൂടെ നാന്ദി കുറിച്ച സ്ഥലം? ശ്രീനാരായണ ഗുരു ഒരു വിപ്ലവത്തിൽ ശിവപ്രതിഷ്ഠ നടത്തി ശിവപ്രതിഷ്ഠയിലൂടെ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ച സ്ഥലം അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠയിലൂടെ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ച സ്ഥലം ഏതാണ്? അരുവിപ്പുറമാണ്. സ്വന്തമായി ഹൈക്കോടതി ഇല്ലാത്ത സംസ്ഥാനം? മിസോറാം. മിസോറാമിന് സ്വന്തമായിട്ട് ഹൈക്കോടതി ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ? തെലുങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. 1956 ഹിന്ദു മൈനോറിറ്റി ആക്ട് അനുസരിച്ച് മൈനറായ ആൺകുട്ടിയുടെയോ വിവാഹിത അല്ലാത്ത പെൺകുട്ടിയുടെയോ സംരക്ഷണ ചുമതല അച്ഛനാണ്. 1956 ഹിന്ദു മൈനോറിറ്റി ആക്ട് അനുസരിച്ച് മൈനറായ ആൺകുട്ടിയുടെയോ വിവാഹിത അല്ലാത്ത പെൺകുട്ടിയുടെയോ സംരക്ഷണ ചുമതല അച്ഛനാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയത് വർഷം? 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. കാലാവസ്ഥാ സംബന്ധമായ നിയമനിർമ്മാണത്തിന് വേണ്ടി ഗ്രേറ്റ ത്രൂംബർഗ്, ഗ്രേറ്റ എന്നാണ്, ഗ്രായ എന്നല്ല കേട്ടോ, ഗ്രേറ്റ തുംബർഗ് എന്ന് പറയുന്ന തുംബർഗ് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ. ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പ്രസ്ഥാനമാണ് കാലാവസ്ഥാ സംബന്ധമായ നിയമനിർമ്മാണത്തിന് വേണ്ടി ഗ്രേറ്റ തുംബർഗ് ആരംഭിച്ചത്. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോഫ്രി ചൗസർ. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോഫ്രി ചൗസർ ആണ്. ഓക്കെ, ചൗസർ. സാഹിത്യ പുരസ്കാരമായ ബുക്കർ പ്രൈസ് നൽകുന്നത് ഏതു വിഭാഗത്തിനാണ്? നോവൽ വിഭാഗത്തിനാണ്. ഓക്കെ, സാഹിത്യത്തിലെ നോവൽ വിഭാഗത്തിനാണ് സാഹിത്യത്തിൻ്റെ ഉയർന്ന പുരസ്കാരമായ ബുക്കർ പ്രൈസ് നൽകുന്നത്. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം? വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം എഴുതിയത്? പാറേമക്കൽ തോമാ കത്തനാർ. വർത്തമാന പുസ്തകം എഴുതിയതാര്? പാറേമക്കൽ തോമാ കത്തനാരാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ 2000 പ്രസിദ്ധീകരിച്ച പുസ്തകം? എ പ്രോമിസ്ഡ് ലാൻഡ്. അമേരിക്കൻ പ്രസിഡന്റായ ബരാക് ഒബാമ 2000 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് എ പ്രോമിസ്ഡ് ലാൻഡ്. ഇന്ത്യയിലെ ശൂന്യാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ? വിക്രം സാരാഭായ്. ഇന്ത്യയിലെ ശൂന്യാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കോവാക്സിനെ വികസിപ്പിച്ചത്? ഭാരത് ബയോടെക്. കോവാക്സിനെ വികസിപ്പിച്ചത് ഭാരത് ബയോടെക്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹംപി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹംപി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്.
കലിംഗ സാമ്രാജ്യം ഉൾപ്പെട്ട സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ. കലിംഗ സാമ്രാജ്യം ഉൾപ്പെട്ട സ്റ്റേറ്റ് ഒഡീഷയിലാണ് കലിംഗ സാമ്രാജ്യം. ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? പിംഗലി വെങ്കയ്യ. ലോകത്തിലെ ആദ്യത്തെ വെബ് സെർച്ച് എഞ്ചിനാണ് ആർച്ചി. ലോകത്തിലെ ആദ്യ വെബ് സെർച്ച് എഞ്ചിനാണ് ആർച്ചി. പൂർണ്ണമായി വൈഫൈ സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യ മെട്രോ നഗരം കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് പൂർണ്ണമായി വൈഫൈ സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ നഗരം. കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളിയാണ് വി വിശ്വനാഥൻ. കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥനാണ്. ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ്, മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ്. ആദ്യത്തെ 2 മോക്ക് ടെസ്റ്റ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാമെന്നുള്ളവർക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഏറ്റവും കൂടുതൽ തവണ നേടിയ ഭാഷ ഹിന്ദി. രാമകൃഷ്ണപിള്ള ചീഫ് എഡിറ്ററായ സ്വദേശാഭിമാനി പത്രം തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠയിലൂടെ ഒരു വിപ്ലവത്തിന് നാന്ദി കുറിച്ച സ്ഥലം അരുവിപ്പുറം. സ്വന്തമായി ഹൈക്കോടതി ഇല്ലാത്ത സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. 1956 ഹിന്ദു മൈനോറിറ്റി ആക്ട് അനുസരിച്ച് മൈനറായ ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ വിവാഹിത അല്ലാത്ത പെൺകുട്ടിയുടെയോ സംരക്ഷണ ചുമതല അച്ഛനിലാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. കാലാവസ്ഥാ സംബന്ധമായ നിയമനിർമ്മാണത്തിനു വേണ്ടി ഗ്രേറ്റ തുംബർഗ് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജിയോഫ്രി ചൗസറാണ്. സാഹിത്യ പുരസ്കാരമായ ബുക്കർ പ്രൈസ് നൽകുന്നത് സാഹിത്യത്തിൻ്റെ ഏത് വിഭാഗത്തിനാണ്? നോവൽ വിഭാഗത്തിനാണ്. മലയാളത്തിലെ ആദ്യ യാത്രാവിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം എഴുതിയത് പാറേമക്കൽ തോമാ കത്തനാര്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ 2000 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് എ പ്രോമിസ്ഡ് ലാൻഡ്. ഇന്ത്യയിലെ ശൂന്യാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായ്. കോവാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹംപി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. കലിംഗ സാമ്രാജ്യം ഉൾപ്പെട്ട സ്റ്റേറ്റാണ് ഒഡീഷ. ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. താങ്ക്സ് ഫോർ വാച്ചിങ്.